ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ എല്ലാ ദിവസത്തെയും നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് ഇതുപോലെയാണല്ലോ. നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരു 2 മാസത്തിൽ മേലെ ആയിട്ടുണ്ട്. 2 മാസം വെച്ചാൽ ഓണത്തിന്റെ അന്നല്ലേ ഉള്ളത്, പിന്നെ കണ്ടിട്ടില്ല. അതിനു മുൻപും കുറെ നാളുകളായിട്ട് കാണുന്നുണ്ടായില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ത് വീഡിയോ ആണെന്നുള്ളത്. ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചൺ റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നില്ല എന്ന് പരാതികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കിച്ചണിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അല്ലാതെ കുറച്ച് ഡ്രസ്സ് ഉണ്ട്. ഡ്രസ്സ് വളരെ കുറച്ചേ ഉള്ളൂ. ഒരുമിച്ച് വാങ്ങിച്ച കൂടുതൽ ഐറ്റംസും ഒരു ബോക്സ് മാത്രം നേരത്തെ വാങ്ങിച്ചാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നു. നമ്മുടെ കിച്ചണിലേക്ക് വേണ്ട കബോർഡ്സ് ഒന്നും മുഴുവനായിട്ട് എത്തിയിട്ടില്ല. അത് മുഴുവനായിട്ട് എത്തിക്കഴിയുമ്പോഴേ അത് വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഞങ്ങളിത് ഒരു ബോക്സ് മാത്രം ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ബോക്സ് ആണ് ഇത്, നേരത്തെ ആദ്യമേ വന്ന ബോക്സ്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നിങ്ങളോട് കൂടി കാണിച്ചു തന്നിട്ട് നമുക്ക് കിച്ചണിലേക്ക് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇത് ഓപ്പൺ ചെയ്യാതെ ഇങ്ങനെ വെച്ചിരുന്നത്. ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഒരാഴ്ചക്കുള്ളിൽ വന്നതാണ്. അപ്പോൾ നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു യൂണിറ്റ് മാത്രം വെച്ചിട്ടുള്ള ഒരു കിച്ചൺ ആയിരുന്നു. ടെമ്പററി സെറ്റപ്പിൽ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം അറേഞ്ച് ചെയ്തൊരു കിച്ചൺ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് താഴെ കിച്ചൺ ഉണ്ട്, മെയിൻ കിച്ചൺ താഴെ തന്നെയാണ്. അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത കുറച്ച് സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവിടെ മേളിൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്യാം. പക്ഷെ ഓപ്പൺ ചെയ്ത് വെച്ചതുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ രാജുവേട്ടൻ എല്ലാത്തിലും ആൻസൈറ്റി മൊത്തം ആദ്യം തന്നെ ഓപ്പൺ ചെയ്യും. എന്ത് കയ്യിൽ കിട്ടിയാലും ഓപ്പൺ ചെയ്യും. അങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചതുണ്ട്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നതുണ്ട്, ആമസോണിൽ നിന്ന് വന്നതുണ്ട്. ഡ്രസ്സ് കിച്ചൂസിന്റെ ഡ്രസ്സ് ആമസോൺ അല്ല, അങ്ങനെ പല ഇതിൽ വന്ന ബോക്സുകളുണ്ട്. ഇത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ഇഷ്ടമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്ട്സ് ഒക്കെ എന്താണെന്ന് ഞാൻ തന്നെ മറന്നു. അച്ഛനെന്തോന്ന് അറിഞ്ഞു സംസാരിക്കാത്തത്? സംസാരിച്ചോണ്ടിരിക്കില്ല. എന്നിട്ടില്ല ഞാൻ കയറി സംസാരിക്കാം. തല്ലാമോ? അപ്പൊ എനിക്ക് ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നത് ഇഷ്ടമാണോ എന്നൊക്കെ പറയാം കേട്ടോ. വലിച്ചീറിലൊരു മയത്തിൽ ചെരിപ്പ അപ്പൊ ഞാനിന്ന് ഇവിടെ ഇങ്ങനെ വെറുതെ കമ്പനിക്ക് ഇരിക്കുന്നതല്ലോ കേട്ടോ. ഇത് നമ്മുടെ ഒരു ബ്ലാക്ക് ബൗളാണ്. കിച്ചൂസ് ഇവിടെ ഇരുന്നിട്ട് എന്നെ ഇങ്ങനെ വണ്ണം പറ്റൂ എന്നുള്ളത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തോളും എന്നെനിക്കറിയാം. അതുകൊണ്ട് കുഴപ്പമില്ല. മണ്ണൊക്കെ നമുക്ക് ശരിയാക്കാം, പുറകെ ശരിയാക്കാം. മിൽട്ടന്റെ ഒരു അടിപൊളി ബ്ലാക്ക് ബൗൾ അല്ലേ? നമുക്ക് ബ്ലാക്ക് ബൗൾ കുറവാണ്. അപ്പോൾ ബ്ലാക്ക് ബൗളിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് മാറ്റ് ഫിനിഷ് ആയിരുന്നു. അതെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണത് ഇങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കുക എന്നുള്ളത്. എന്റെ ഒരു ഹോബിയാണ്. ഇങ്ങനെ വരുമ്പോ ഓരോ പാഴ്സലും വരുമ്പോ ഞാൻ ഇതിങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കും. അത് പൊട്ടിച്ച് തീർക്കുന്നത് വരെ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അടുത്ത ബോക്സ് അതെ, അത്രയും വലിയ 2 സാധനമുള്ളൂ. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. വെച്ചാൽ പലതിന്റെയും ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. നമുക്കിപ്പോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുന്ന ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ തുറക്കാതെ വെച്ചതുകൊണ്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതൊക്കെ പെടലിക്ക് തന്നെ ഇരിക്കും. കംപ്ലൈന്റ് ആയിട്ടുണ്ട്, എന്തെങ്കിലും കംപ്ലൈന്റ് ഇരിക്കുന്നു. കാസറോളാണ്. ഇതും മിൽട്ടന്റെ തന്നെയാണ്. മിൽട്ടന്റെ പരസ്യമൊന്നുമല്ല കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെട്ട കളറ് നോക്കി സെലക്ട് ചെയ്യുമ്പോൾ കളറും ബ്രാൻഡ്, നല്ല ബ്രാൻഡ് ഷേപ്പും എല്ലാം നോക്കിയിട്ട് വളരെ നല്ലതാണ്. അങ്ങനെ അത് ഇഷ്ടപ്പെട്ടു. തുറന്നു നോക്ക്, വെറുതെ 3 വലിപ്പത്തിലുള്ള കാസറോൾ ഉണ്ട് കേട്ടോ. 3 വലിപ്പത്തിൽ പറഞ്ഞാല് ഇവിടെ നോക്കാം.
അവിടെ ഒരു പിന്നോത്സവം അത് ഇങ്ങനെ തുറക്കുന്ന ടൈപ്പാണ്. പുതിയ മെത്തേഡ് വന്നത്. ഞാൻ ഓർത്തത് സാധാരണ എല്ലാ കാസറോളും തിരിച്ചല്ലേ തുറക്കണത്, ഇത് ഇതുപോലെ തുറക്കുന്ന ടൈപ്പാണ് കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, പക്ഷെ എന്താ കാര്യം, ഞാൻ ഉദ്ദേശിച്ച പർപ്പസിൽ ഇത് നടക്കില്ല. അത് സ്പ്രിംഗ് ലോഡറാണ്. ഇവിടെ പ്രസ് ചെയ്യാനും മതി. ഞാനിവിടെ പ്രസ് ചെയ്തപ്പോഴത് പറഞ്ഞു. അതെ അത് ശരി. ഞാനിവിടെ പറഞ്ഞപ്പോ അമ്മച്ചി അവിടെ അമ്മച്ചി അല്ല അച്ഛൻ്റെ വീഡിയോയില്. അമ്മച്ചിയല്ല, സോറി വൈഫ്. അതെന്താ അമ്മച്ചി അമ്മച്ചിന്ന് വിളിക്കുന്ന ഞാനും ഇടക്കിടക്ക് അമ്മച്ചീനെ വിളിക്കുന്നത്. അമ്മച്ചി അമ്മച്ചി അതല്ല രസം എന്ന് വെച്ചാൽ ഇടക്ക് അമ്മച്ചി അമ്മച്ചിന്ന് വിളിച്ചതിന്റെ ഇടയ്ക്ക് അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അമ്മേ. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ അമ്മി ഇങ്ങനെ നിൽക്കും കുറച്ച്. എന്ത് വിളിച്ചാലും വിളി കേൾക്കുന്നത് കുഴപ്പമില്ല. കംപ്ലൈന്റ് ഒന്നും ഇല്ല കേട്ടോ, നല്ല പീസാണ് എല്ലാം, നല്ല കളർ ഇല്ല. ഞാൻ ഇതിന്റെ ഇവിടെ ഒരു ചിലപോലെ കണ്ട പോലെ തോന്നി, ഒരു ചെറിയ കുഴപ്പമില്ല, നല്ല കളറാണ്. കളറൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഇവിടെ ഇത്തിരി മാറ്റ് ഫിനിഷ് പോലെ ഇരിക്കണ്ട. ഈ പാക്കിങ്ങിൽ തന്നെ ഇങ്ങനെ ഒന്ന് ജെർക്കായതിന്റെ ഒരു മാറ്റ് ഫിനിഷ് പോലെ ഇരിക്കുന്നുണ്ട്. എന്നാലും കൊള്ളാം, നല്ല സാധനം. ഫിനിഷിംഗ് ഒക്കെ അടിപൊളി. എന്റെ വെയിറ്റ്സിന്റെ മേളിലോട്ട് ഈ പെട്ടിയൊക്കെ എടുത്തിരുന്നത്. ഇവിടെ കുറച്ച് ജിമ്മിന്റെ സെറ്റപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് അതും ഇതൊക്കെ ഇവിടെ എവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇഷ്യൂസ് വെയിറ്റ് എടുക്കാറുണ്ട്, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് വെയിറ്റ് അല്ല, വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഓക്കെ സോറി. നല്ല ക്യൂട്ടാണ് അത്. കറി എടുത്ത് വെക്കാം. കളർ കോമ്പിനേഷൻ അടിപൊളിയാണ്. ഇത്തിരി ബലം കൊടുക്കണം അടയ്ക്കാനായിട്ട്, കുറച്ച് അത് പ്രസ് ചെയ്തിട്ട് അടച്ചാൽ മതി. ഇത് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി, അതായിരിക്കും കൂടുതൽ ലാസ്റ്റ് ചെയ്യാൻ നല്ലത്. പക്ഷെ ഇവിടെ ഈ ഒരു സ്വിച്ച് കൊടുത്തേ അത് നോക്കാം ഊരി മാറ്റാം. അതങ്ങനെ ഒരു പർപ്പസും കൂടി ഉണ്ട്. ഉദ്ദേശിച്ച പർപ്പസിനുള്ള സാധനം അവിടെ സംഭവം കൊള്ളാം. അല്ല നോക്കാനോ വലുതൊന്നും ഇവിടെ കൂടെ ഓടിച്ചു കളിക്കാൻ പറ്റാത്തത്. ഇത് ഇങ്ങനെ മാറ്റി വെക്കാം. ഇത് ഫോൺ അൺബോക്സിംഗ് അല്ല, അത്ര ഡീറ്റെയിൽ ആയിട്ട് അകത്തോട്ട് പോയി. അല്ല, അതൊരു ചേഞ്ച് അല്ലേ നമുക്ക്. ചെറുതാണ് ഏറ്റവും ഭംഗിയുള്ളത്. അപ്പൊ ഇനിയുള്ള എല്ലാ വീഡിയോയിലും കാണാൻ പോണ ചെറുതിനിരിക്കും. അപ്പൊ ഇതിന്റെ കാര്യം ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ ഞാൻ ഷോർട്സ് ആണെന്ന് കരുതി. ഷോർട്സിന്റെ ഉള്ളിൽ കൂടി കീറിക്കൊണ്ട് അത് തുറന്നുപോയി. ഇത് കുഴപ്പമൊന്നുമില്ല. അയ്യോ ഇത്ര ചെറുതാണ് ഇത്. ഇതെന്താണ് നമ്മൾ ഇതാണ് ഓർഡർ കൊടുത്തത്? എവിടെ കാണിച്ചേ? ഇത് ചെറുത്. ഇത് മറ്റേ ഫ്രൂട്ട്സ് മറ്റേ കുത്തിനാണ്. വലുതായിട്ടാണല്ലോ എനിക്ക് വലുതായിട്ട് അതിന് റിട്ടേണിലെ ഡേറ്റ് കഴിഞ്ഞു. ദൈവം. അപ്പൊ ഇത് ചതിയായി, നമ്മുടെ വെള്ളിക്കായി. ഇതെന്താണത്? അയ്യോ ഇതുണ്ടോ നമ്മൾ ഉദ്ദേശിച്ചത് ഇത്ര സ്റ്റാൻഡേർഡ് ഇതാ. ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നല്ലോ. ഇവര് വെയിറ്റ് ചെയ്യാൻ നോക്കിയെന്ന് തോന്നണ. മറ്റേ ആ വെയിറ്റിനുള്ള സാധനം കുറെ വേസ്റ്റ് കയറ്റി വിട്ടു. തൽക്കാലം നമുക്ക് ഫ്രൂട്ട് സാലഡിന് ഉപയോഗിക്കാം. മെയിനായിട്ട് ഇത് എന്ത് കാണിക്കാൻ? ഇത് നമ്മള് മാങ്ങയുടെ ഇതെല്ലാം മാങ്ങ തിന്നാൻ മാത്രം ഇത് ഉപകാരപ്പെടുള്ളൂ. വേസ്റ്റ് ആയി. വലിയ പ്രതീക്ഷയിൽ എടുത്ത സാധനം അത് വേറെ മേടിക്കാ, നല്ല വലിയ സ്പെക്ക് നോക്കി മേടിക്കായി. കഷ്ടമായി പോയി. ഇത് കണ്ട 6 12 അയലോക്കാരും കൂടി കൊടുക്കാനുള്ള സാധനം. ആകെ 4 സ്പൂണാണ് ഈ ഫോറിലുള്ളത്, 12 ഫോർക്ക്. ഇത് എന്ത് ചതി! ഞാൻ വലിയ പ്രതീക്ഷ. അടുത്ത് മാറ്റി എന്തെന്ന് പറയാ. അപ്പൊ ഇടയ്ക്ക് ഇതുപോലെയുള്ള അബദ്ധങ്ങളും പറ്റും നമുക്ക്. ഇതുപോലെ നമ്മള് കറക്റ്റ് ഡേറ്റിൽ തുറന്നു നോക്കില്ല, നമ്മളെല്ലാം കൂടെ വന്നിട്ട് ഒരുമിച്ച് തുറന്നു നോക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു.
അതിന്റെ ആ ചെറുതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങോട്ട് മൊത്തം ഇതിന്റെ ഉള്ളിലാ ആ ചെറുതിനെ എന്താ ഇങ്ങോട്ട് എനിക്ക് സാധനം ഒന്നും ഡേറ്റ് തീർന്നതല്ല ഉറപ്പാണോ? ആ പിന്നെ 7 ദിവസം വരെ. പിന്നെ ഉള്ളത് ഡ്രസ്സാണ് കേട്ടോ. ഡ്രസ്സ് ഇത് രാജീവേട്ടൻ ആദ്യത്തെ ദിവസം വന്നപ്പോ തന്നെ പൊട്ടിച്ചു നോക്കിയതാണ്. ഓപ്പൺ ചെയ്ത് നോക്കിയില്ല, പക്ഷെ പാക്കറ്റ് പൊട്ടിച്ചു. പാക്കറ്റ് താഴത്തെ ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വെച്ച് പൊട്ടിച്ചോണ്ടാ വന്നത് ഇങ്ങോട്ട്. ഇത് 3/4 അല്ലേ? 3/4 ആണ്. ഇത് കിച്ചൂസിനുള്ളതല്ല, ഇത് രാജീവേട്ടനുള്ളതാണ്. ഞാൻ അങ്ങനത്തെ സാധനം ഇടാറില്ല. കിച്ചൂസ് 3/4 ഇടാറില്ല, അതുകൊണ്ട് 3/4 രാജീവേട്ടനും കിച്ചൂസിന്റെ ഡ്രസ്സ് ഇവിടെ അത് രണ്ടും ഇടത്തി കാണിക്കാം. പൊട്ടിച്ച പാക്കറ്റുകൾ മാറ്റി വെക്കാം. എന്നാലും ഫോർക്ക് മാറിപ്പോയത് ചതിയില്ല. ഇതാണ് സ്കെയില്. കിച്ചൂസിന്റെ ഡ്രസ്സ് മാത്രം ആമസോണിൽ നിന്നാണ്. മിന്ത്രയിൽ നിന്നാണ്. ആമസോണല്ല, മിന്ത്ര. സോറി, മിന്ത്ര. ഞാൻ പറയുമ്പോ ഇടയ്ക്കിടയ്ക്ക് പിടിച്ച അല്ലെങ്കിൽ ആ ക്ലോത്ത് ടൈപ്പ് യോ ക്ലോത്ത് വരുമ്പോ കൈ കെട്ടായ കുഴപ്പമില്ലല്ലോ. സൂക്ഷിച്ചു. അത് ഇത്തിരി ഇതാണ് കിച്ചൂസിന്റെ വീട്ടിലിടുന്ന ഡ്രസ്സ്. കിച്ചൂസ് വീട്ടിൽ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാറുള്ളൂ. മെറ്റീരിയലൊക്കെ നല്ല സോഫ്റ്റാ. പ്രൈസ് മാത്രം കൂടുതലുണ്ട്. പ്രൈസ് കൂടുതൽ സീരിയലിലുള്ള പ്രൈസ് ഉണ്ട്. അതിലൊരു ടീഷർട്ട് ഉള്ള ഫോർക്കിന്റെ കാര്യം ഓർത്തോണ്ടാണ് ടീഷർട്ട്. അതാണ് സത്യാവസ്ഥ. ആ ഫോർക്ക് മാറിപ്പോയപ്പോഴേ മനുഷ്യന്റെ 3 വേറെ വഴിക്ക് 300 രൂപ ഉള്ളു. വലിയ എന്നാ ശരി, എന്നാലും വേണ്ടിയില്ല. 300 രൂപ എവിടെ? അത് അച്ഛൻ ഇപ്പൊ ഇത്രയും നേരം ടൈറ്റ് ആയിട്ട് വെച്ചതിന്റെ കാര്യം എന്താന്ന് വെച്ചാ, ഞാൻ 600 രൂപയുടെ ഫോർക്ക് ആദ്യം കാണിച്ചു. പക്ഷെ ഓർഡർ ചെയ്തത് 230-250 രൂപയുടെ ഫോർക്കായിരുന്നു. അതിപ്പോഴാ പറഞ്ഞത്. ശരി, അതല്ല അതെന്ത് വെച്ചാൽ പിന്നെ കുറച്ചുകളഞ്ഞെന്താ പിന്നെ അധികം കാശുകളുണ്ടെന്നില്ല. 6 ഫോർക്കല്ലേ എന്നുള്ളൊരു കൺസിഡറേഷൻ കൊടുത്തതാണ്. ഇത് നല്ല ഭംഗിന്റെ അത് പിന്നെ വൈറ്റ് കണ്ട അച്ഛൻ അല്ലെങ്കിൽ അതേ പറയുള്ളൂ. വൈറ്റ് ആൻഡ് ബ്ലാക്ക് നല്ല കോമ്പിനേഷൻ ആണ്. ആനിമേഷൻ പട്ടീനെ പോയി. അതെ, ശരിയാണ്. അമ്മച്ചിയുടെ മേത്ത് വെച്ചേക്കണോണ്ടാണ് അത് അത്ര വലിയ ടീഷർട്ട് പോലെ തോന്നുന്നത്. മനുഷ്യരുടെ മേത്ത് കയറുമ്പോ സാധാരണ സൈസ് ആവും. എനിക്ക് വലുതാണ്. മനുഷ്യരുടെ മമ്മി അതെ, മനുഷ്യരെന്ന് പറയുന്നത് കിച്ചൂസാണോ? മനുഷ്യര് ബാക്കിയുള്ളവർക്കൊന്നും മനുഷ്യരാണ്. അതെന്താ പറഞ്ഞത് പിടിയില്ല. ഇത് മറ്റേ ഓയിൽ എന്തൊക്കെയാ ഓർഡർ ചെയ്തെന്നുള്ളത് തന്നെ എല്ലാം മറന്ന് കുറെ ദിവസമായി ഇതെല്ലാം ഓർഡർ ചെയ്തിട്ട്. ഇത് ഇത്രയും ദിവസം ഈ വീടിന്റെ ഒരു കോർണറിൽ വെറുതെ ഇരിക്കുന്നിരുന്നില്ല. അതിന്റെ മെയിൻ ആയിട്ടുള്ള പോർഷനൊന്നും കട്ട് ചെയ്ത് കളയത്. ഇത് ശരിയാണല്ലേ, മറ്റേ വിക്ടോറിയൻ ടൈംസില് ആപ്പിള് കുത്തി കഴിക്കാൻ ഇങ്ങനെ കഴിക്കാൻ ഉപയോഗിച്ചോണ്ടിരുന്ന ഫോർക്ക്. എന്റെ ഒരു വിരലിനേക്കാൾ ഇത്തിരി നീളം കൂടുതലുള്ളത്. അതെ, ഇവിടെ ഉള്ള ഫോർക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഫോർക്കിനൊന്നും പിടിയില്ല. അത് ലുലുന്ന് മേടിച്ചതാ. നല്ല ഓറഞ്ച്. അത് വാഷ് ചെയ്തിട്ട് നമ്മളത് ഇത്തിരി വെള്ളമൊക്കെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ കുടയുമ്പോ പിടി കയ്യിലിരിക്കും, ബാക്കിയുള്ള ഊരി തെറിച്ചു പോയി. അത് ഹാഫ് പ്ലാസ്റ്റിക്കും ഹാഫ് മെറ്റലുമാണ്. പക്ഷെ അത് കാണാൻ മാത്രം ഭംഗിയുള്ളതാ. അത് ഗ്ലാസ് ആണ്, വിട്ടുപോകും. കട്ട് ചെയ്ത ഗ്ലാസ് വിട്ടുപോകുന്നു. ഇല്ല, പ്ലാസ്റ്റിക് കട്ട് ചെയ്താ വിട്ടുപോകുന്നു. ഈ റൗണ്ട് ബോട്ടിലായിരുന്നില്ലേ നമ്മൾ ഓർഡർ ചെയ്തത്? സ്ക്വയർ. ഉറപ്പാണോ? ആ, എനിക്ക് റൗണ്ട് പോലെ തോന്നി. എനിക്ക് ഓർമ്മയുള്ള സ്ക്വയർ ആണല്ലോ. എല്ലാം മാറി മാറി ചെയ്യണമെന്ന്. ഇതെല്ലാം ഓർഡർ കൊടുക്കുന്ന ആള് ഞാൻ, അതുകൊണ്ട് എനിക്കിതെല്ലാം അറിയാവുന്നത്. ചെറിയ വെയിറ്റുള്ളൂ. ഓയിലും കൂടെ വരുമ്പോ വെയിറ്റ് ഉണ്ടാവും. ഇതുപോലത്തെ 2 ബോട്ടിലുണ്ട്. ഇതിന്റെയൊക്കെ പ്രൈസ് ഒക്കെയാണെന്നുള്ളത് ഒന്നിന്റെയും പ്രൈസ് ഒന്നും പറഞ്ഞില്ലല്ലോ. ഓരോന്നിന്റെ ആയിട്ട് ലിസ്റ്റ് വായിക്കണ പോലെ ഇപ്പൊ പറഞ്ഞില്ല. ഞാൻ ഓരോന്നിന്റെയും പ്രൈസ് പറഞ്ഞുതരാം. അതെ, ഇതൊക്കെ ഇതിന്റെ കൂട്ടത്തിലാണ് നടന്നത്. അത് അതിന്റെയാണ്. അല്ല,
ആദ്യം പൊട്ടിച്ചപ്പോ അത് തമ്മിലുണ്ടായിരുന്നു. ഇതിലുണ്ട്. ഇതിന്റെ പ്രൈസ് അതതിന്റെ ഉള്ളില് അല്ല മറ്റേ 2 ഭാഗം ഉണ്ടാകും നോക്കിയതാണ്. ഇത് എങ്ങനെ ഇട്ടു അപ്പൊ പ്രൈസ് ഇപ്പൊ പറഞ്ഞുതരാം ഫോണിലിട്ട്. ഇതകത്തിയ അകലോ അതെനിക്കറിയാം. എവിടെ അത് ഞാൻ ഇട്ടുതരാം. അത് ഞാൻ ഇട്ടുതരാം. ആ വീണ് ഭാഗ്യത്തിന്. ഇപ്പൊ 2 ഓയിൽ ബോട്ടിൽ ഉണ്ട്, നമ്മുടെ വെളിച്ചെണ്ണയ്ക്കും സൺഫ്ലവർ ഓയിൽ. പക്ഷെ സൺഫ്ലവർ ഓയിൽ ഏത് ബോട്ടിൽ എടുത്ത് വെച്ചാലും നന്നായിട്ട് സ്റ്റിക്കി ആവുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ബോട്ടിൽ സൺഫ്ലവർ ഓയിൽ എടുക്കണമെങ്കിൽ മറ്റേ വല്ല ടാറിന്റെ വാട്ടയിൽ എടുക്കേണ്ടി വരുന്നു. അതേപോലെ അല്ലാതെ സാധാരണ പാത്രത്തിൽ എടുത്താൽ ടാറിന്റെ വാട്ട പോലെ ആയിക്കോട്ടെ. ടാറിന്റെ വാട്ട പോലെ ആ ഭാഗം മുഴുവൻ കൈ കൊണ്ട് തൊടാൻ പറ്റില്ല. സ്റ്റീൽ പാത്രത്തിലെടുത്താലും ബൗളിലെടുത്താലും ഗ്ലാസ്സിലെടുത്താലും എല്ലാം ഭയങ്കര പശയാണ് സൺഫ്ലവർ ഓയിൽ. അപ്പൊ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് നല്ലെണ്ണ എടുത്ത് വെക്കിരിക്കും നല്ലത്. നല്ലെണ്ണ എന്തിലൊഴിക്കേ? അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും. പിന്നെ ഡെയിലി അച്ചാറുണ്ടാക്കണ ഫാമിലി അല്ല, ഞാൻ പറഞ്ഞതാണ്. കുഴപ്പമില്ലല്ലേ? ഇല്ല, ഇപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ ഡേറ്റ് കഴിഞ്ഞു. ആകെ കാസറോളിന് മാത്രം ഡേറ്റ് ഉള്ളത്. ഇനി റിട്ടേൺ ഇന്നലെ വന്നത്. കാസറോളോ ബ്ലാക്ക് ഗോൾഡ് അതിന് എന്തെങ്കിലും വലിയ കുഴപ്പമില്ല. നീ ബോക്സ് ഞാൻ പറഞ്ഞുതരാം. ബ്ലാക്ക് ബൗളിന് 260 രൂപ. അതെടുത്ത് കാണിച്ചേക്ക്. ഇതാ അതിന് 260 രൂപ. ഇതില് 260 അല്ല, 325 ആണ്. ആ നമ്മള് മേടിച്ചതിന് 260 ആയിരുന്നു. പിന്നെ അച്ഛന്റെ ട്രാക്ക് ലെൻസാണ് വരുന്നത്. അത് വേണ്ട, അതിന്റെ പ്രൈസ് വേണ്ട. അതിന് 500, 3/4 2-ന് 500 വീതം. കാസറോളിന് 1400 രൂപ സെറ്റിന്. ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു. ഐറ്റമൊക്കെ മറന്നു. പക്ഷെ ഹൈലൈറ്റ് പോലത്തെ ഒരു ഐറ്റം വന്നുള്ളൂ. ഇത് ഒരു ഫുഡിന്റെ ബൗളാണ്. ഒരെണ്ണല്ല 3 ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. 3 ഓർഡർ ചെയ്തത്. പിന്നെ എനിക്ക് പൊട്ടിക്കാനുള്ളത്. പൊട്ടിക്കാൻ തുടങ്ങിയ വേഗം പൊട്ടിച്ചു. പിന്നെ ഇതിന്റെ ഇടയിൽ നേരത്തെ ആവശ്യത്തിനേക്കാൾ ഒരു അത്യാവശ്യം കാരണം പൊട്ടിച്ച ഒരു ഐറ്റം ഉണ്ടായി, ഒരു ട്രിമ്മർ. അത് എടുത്ത് വെച്ചേക്കണേ. അത് പിന്നെ കാണിച്ചു തരാം. പിന്നെന്താ കഴിച്ചത്? കുറെ സാധനം ഉണ്ടായില്ല. ആ വലിയ എന്റെ വിരല് കാണുന്നുണ്ട്. ഈ ബോക്സിലിരിക്കുന്ന സാധനത്തിന് അതിലിരിക്കണതിനും 500 രൂപ. അതൊരു സെറ്റാണ് എന്ന് പറയാം. വുഡൻ ബൗള് കാണാനില്ല. ഇല്ല, സാധനം കാണാനില്ല. വുഡൻ ബൗൾ 500 രൂപ സെറ്റ്. റൗണ്ടഡ് പ്രൈസ് ആണ്. ഇത് റോസ് ഫുഡ് ആണല്ലേ? അതറിയില്ല, ഫുഡിന്റെ പേരൊന്നും അറിയില്ല. കണ്ടിട്ട് റോസ് ഫുഡ് പോലെ ഇരിക്കുന്നുണ്ട്. അത് അച്ഛന് മാത്രം പറയാൻ പറ്റൂ. റോസ് ഫുഡ് ആയിരിക്കാം. ഏതായാലും ഇത് കൊള്ളാം, നല്ല സ്റ്റാൻഡേർഡ്. ഇതൊന്നും മര്യാദ കഴുകാൻ പോലും പറ്റൂലല്ലോ. അതൊക്കെ കഴുകാൻ പറ്റും. അത് കഴുകുന്നതിന് കുഴപ്പമൊന്നുമില്ല. സ്ക്രബ്ബർ ഇടാൻ പറ്റില്ല. സ്റ്റീൽ സ്ക്രബ്ബർ ഇടണ്ട, സ്പോഞ്ച് ഇട്ടിട്ട് കഴുകിയാൽ മതി. ഇഷ്ടപ്പെട്ടു. അടിപൊളി. ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. ഈ ബൗളൊക്കെ അടുത്ത വീഡിയോസിലൊക്കെ കാണാവുന്നതാണ്. എല്ലാ സാധനവും അടുത്ത വീഡിയോയിൽ കാണാം. നീ എന്താ ഉള്ളേ? ട്രാക്കും ലാസ്റ്റ് വലിയ ബോക്സ്. ഇത് ഓൾറെഡി പൊട്ടിച്ചു വെച്ചതാണ്. ഇത് മറന്നുപോയിട്ട് വീണ്ടും പൊട്ടിക്കാൻ. അത് ആ ഒരു ആക്ഷൻ മാത്രം ഉണ്ടായിരുന്നു. ആക്ഷൻ കാണിച്ചാലേ ഇപ്പൊ പൊട്ടിക്കുന്നു വിചാരിച്ചോട്ടെ. അതെന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ല, ഇത് മാസങ്ങൾക്ക് മുമ്പ് വന്നതാണ്. ഇത് മജീഷ്യന്റെ ബോക്സ് പോലെ കാണുമ്പോ ചെറിയ ബോക്സാ. ഇതിനകത്തുള്ള സാധനം നിരത്തി വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ മുഴുവനും ഉണ്ടാകും. കാരണം ഓരോ ബോട്ടിലിന്റെ ഉള്ളിലും ഓരോന്നായിട്ട് ഇരിക്കുന്നത് കണ്ടെയ്നർ ബോട്ടിൽസ്. ഇത് നമ്മുടെ പുതിയ കബോർഡിന്റെ വാഴ യൂണിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നല്ല ഭംഗിയായിട്ട് സാധനങ്ങളൊക്കെ ഇട്ടേക്കാൻ. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരെണ്ണം എടുത്തു. ഇനി മജീഷ്യൻ അടുത്ത് എടുക്കുന്നു. ഇനിയുണ്ട് അതിന്റെ ഉള്ളില്.
ആ ഇത് അടിപൊളിയാണ്. ഇനി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഉള്ളിൽ ഒരെണ്ണം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഓ ഇതിൻ്റെ ഉള്ളിൽ ഇനി ഉണ്ടായി. എൻ്റെ അമ്മോ ഇത് നോക്കി. ഇത് അടിപൊളിയാണ്. ഒരു ബോട്ടിലിന്റെ ഉള്ളിൽ തന്നെ ഇത്ര സാധനം ഉണ്ടായിരുന്നു. അത് വൻപയർ തൊട്ട് കടുക് വരെ ഇട്ട് വെക്കാൻ പറ്റുമെന്നാണ് അതൊന്ന് പറയുന്നത്. 5 ഒരു സെറ്റ് ആയിട്ടാണ് ഇങ്ങനത്തെ ബോട്ടിലായിരുന്നത്. അപ്പൊ അത്ര 20 എണ്ണം ഉണ്ടാവും മൊത്തം. 20 പൈസ. ഇങ്ങനത്തെ ബോട്ടിലൊക്കെ പൊട്ടിക്കുമ്പോഴേക്കും ഒരു പ്രത്യേക സന്തോഷം, ഒരു രസമാണ് അതൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ. അത് ഏജ് 30 കഴിഞ്ഞാലേ ആ സന്തോഷം അറിയാൻ പറ്റൂ. എന്താണ് ഏജ് 30 കഴിഞ്ഞാലേ അതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതെന്താ കാര്യം? എനിക്കത് അറിയേണ്ട ആവശ്യമില്ലാത്തോണ്ട്. അതുകൊള്ളാം. എന്റെ പ്രായത്തില് കുപ്പി തുറക്കണതിനൊന്നും വലിയ അത്യാവശ്യം. കുപ്പി തുറക്കുക എന്നുള്ളതല്ലേ ഇത്. ഈ പറഞ്ഞ പോലെ ഇത് ഓരോന്നിന്റെ ഉള്ളിൽ ഓരോന്നോരോന്ന് ഇങ്ങനെ കിട്ടുന്നു. ഇനി നന്നായിട്ട് കുറെ ഭംഗിയായിട്ട് ഒരു ഡൗട്ട് ഉള്ളത് ഇതിന്റെ ഈ ഒരു ഇത് പോകുമെന്നുള്ളതാണ്. കുറെ കാലം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോ അത് പോവാൻ സാധ്യതയുണ്ട്. ആ എന്തായാലും ഫോണതുവരെയും ഭംഗിയായിട്ട് യൂസ് ചെയ്യുന്നു. ഇത് മര്യാദക്കുള്ള ഫോർക്ക് മേടിക്കണമല്ലോ നോക്കുമ്പോ ഇനി ഫോർക്ക് വേറെ മേടിക്കുന്നു. ഇത് അടച്ചു. അപ്പൊ ഇതുപോലത്തെ 4 ബോട്ടിലാട്ടോ 20 പീസാണുള്ളത്. നമ്മുടെ ദ്രൗപദിയുടെ സാരി ഇങ്ങനെ അഴിച്ചെടുക്കണമല്ലോ. പിന്നെ വന്നോണ്ടിരിക്കുക നിൽക്കണല്ല. ദ്രൗപദി ആരാന്ന് ചോദിക്കും. ചില ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല. ദ്രൗപദി ആരെ ഷമീറോ എന്ന് അറിയാൻ പറ്റില്ല. ദ്രൗപദി ആരാന്ന് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി. അല്ല എനിക്കറിയില്ല, അതുകൊണ്ടാ ചോദിച്ചു. ഇതിലും അറിയാൻ പാടില്ലേ? അതല്ലേ ചോദിച്ചു. ദ്രൗപദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചപാണ്ഡവരുടെ ഭാര്യ. പാഞ്ചാലി എന്നും പറയും. അങ്ങനെ പറ, അല്ലാണ്ട് ദ്രൗപദി എന്നൊക്കെ പറഞ്ഞ ഒരുമാതിരി പേര് പറഞ്ഞ മനസ്സിലെങ്ങനെ മനസ്സിലാണ്? ഇത് മുഴുവൻ എന്റെ ഡ്രസ്സിന്റെ മേളിലായി ബോട്ടീസ് വെച്ച് 20 എണ്ണം തുറക്കാൻ ഇത്രയും നേരം വേണോ? ആ ഇത്ര നേരം വേണം. കൊടുത്ത കാശിനുള്ള മുതലുണ്ട്. നീ ഉണ്ടാ ഇല്ല തുറന്നു എടുത്തില്ലേ? തുറന്നു പഠിച്ചു. നല്ല രസമില്ലേ? ഇത്ര നേരം തുറക്കാൻ മാത്രം സാധനങ്ങൾ കിട്ടിയായിരുന്നു. ആ ഇത് അതെനിക്ക് പൊട്ടിക്കാൻ. ഇതൊന്നും കളയണ്ട. വേസ്റ്റ് കളയാനുള്ള അവിടെ ഈ ഇരിക്കുന്ന വലിയ ശരീരത്തിനുള്ളിൽ ഒരു ചെറിയ പൊട്ടിയുണ്ട്. ഈ വലിയ രൂപത്തിന്റെ അത് പറഞ്ഞ കളിയാക്കാൻ പാടില്ല. അല്ല അതെനിക്ക് പൊട്ടിക്കാനാന്ന് ഞാൻ പറഞ്ഞുള്ള എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അതൊക്കെ എടുക്കണം. ഇത് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉപ്പിലിട്ട മാങ്ങ ഉടഞ്ഞ പോലെ ഇരിക്കണം ഈ ബോക്സ്. ഒരു 6 മാസമൊക്കെ ഉപ്പിലിട്ട് കഴിയുമ്പോ മാങ്ങ ഇതുപോലെ ഉടഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള സാധനം കാണാൻ നല്ല ഭംഗി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് സാധനം അത് പൊട്ടിച്ചു പൊട്ടിക്കുമ്പോ കണ്ടാ മതി. ഞാനതാ പറഞ്ഞു, ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. വലിയ ഹൈലൈറ്റ് ഒന്നും ഇല്ല, പക്ഷെ ഇവിടെ ഒരു ഹൈലൈറ്റ് ആണ്. സാധനങ്ങളൊക്കെ ഇട്ട് വരുമ്പോ ഹൈലൈറ്റ് ആവും. എന്തിട്ടാണ് ഹൈലൈറ്റ്? വാഷിംഗ് മെഷീൻ. അത് അങ്ങനെ വേണ്ട, ആർക്കും മനസ്സിലാവില്ല ഇപ്പോഴും. ഇത് ഗ്ലാസ് ആയിരുന്നില്ല, ഇത് പ്ലാസ്റ്റിക് ആണ്. ആ വെയിറ്റ് ഒരു ഗ്ലാസിൻ്റെതായ വെയിറ്റ് ആണ്. ഇതിന്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോഴാണ് കാണാൻ ഭംഗിയാവുന്നത്. സാധനങ്ങളെല്ലാം ഇട്ട് കഴിയുമ്പോഴാണ് ഇനി വെയിറ്റ് കൂടുതലെന്ന് പറയാൻ പറ്റുന്നത്. ഭംഗിയാവുന്നത്. നമ്മള് സിസ്റ്റത്തിൽ കണ്ടപ്പോ സിസ്റ്റത്തിൽ കാണുമ്പോ നമുക്ക് ഇതിന്റെ ഉള്ളില് സിസ്റ്റത്തിൽ കാണുമ്പോ ഇത് ഗ്ലാസ് ആയിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. സത്യത്തിൽ ഇത് ഗ്ലാസ് അല്ല. ഗ്ലാസ് അല്ലാത്ത ഒരു കണക്കിന് നല്ല ചെറിയ സാധനം കൈവിട്ട പൊട്ടിപ്പോകില്ല എന്നുള്ളൊരു ഗുണമുണ്ട്. പക്ഷെ ഞാനിത് ഗ്ലാസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ ഈ സൈഡിൽ ഒരു ഉണ്ട പോലെ ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് തിരിച്ചിങ്ങനെ വെക്കാം. അത് എല്ലാത്തിലും ഉണ്ടെന്നു. എല്ലാത്തിലും കാണുമായിരിക്കില്ല. അത് ആ മോൾഡിൽ നിന്ന് കിട്ടുന്ന ഇതാന്ന് തോന്നുന്നു. മോൾഡ് ചെയ്യുമ്പോഴത്തേക്കേ മെറ്റീരിയൽ അവിടെ കട്ട പിടിച്ചു വന്നു തോന്നുന്നു. ഇല്ല, ഇതിനകത്തൊന്നുമില്ല.
അത് ലൈറ്റ് ആയിരിക്കും കൂട്ടാ, ചുറ്റുമുള്ള ലൈറ്റിൽ ഏതെങ്കിലും പറഞ്ഞ അതിൽ പാട് പോലെ തോന്നുന്നു. ഇതിലൊന്നും കുഴപ്പമില്ല, അതിൽ മാത്രമേ ഉള്ളൂ ഒരു സ്ഥലത്ത് ഇത്തിരി അതിന്റെ മെറ്റീരിയൽ ഇത്തിരി കട്ടിയായിട്ടിരിക്കുന്നുണ്ട്. അയ്യോ, പിന്നെ 2-3 സാധനത്തിനും കൂടി പ്രൈസ് പറയാനുണ്ട്. ഇതിന്റെ പ്രൈസ് ഇതിന് കുറച്ചും കൂടുതലൊക്കെ ആയിട്ട് ഇടാൻ വേണ്ടിട്ടുള്ള 3 ടൈപ്പ് ഹോൾ ഉണ്ട്. ഇത് നോക്കിയേ, ഇതിന്റെ അടപ്പ് ഇതിനുള്ളൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ തിരിക്കുമ്പോ ഇത് ക്ലോസ് ആയി വരും. ഇങ്ങനെ തിരിച്ചു കഴിയുമ്പോഴത്തേക്കും ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോഴത്തേക്കും ഇവിടെ ചെറിയ കുറച്ച് ഹോൾസ് ഉണ്ട്. കുറച്ച് പൗഡർക്ക് ഇങ്ങനെ ഇതിനകത്ത് ചൊരിഞ്ഞിടാൻ വേണ്ടി ഇപ്പൊ ചെറിയ ഹോൾസ് ആണുള്ളത്. ഇനി ഇതൊന്നും കൂടി ലെഫ്റ്റിലേക്ക് തിരിക്കുകയാണെങ്കിൽ ഇതിൽ വലിയ ഹോൾസ് ഉണ്ട് ഇവിടെ. അതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങ് തിരിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടി മാറി ഇത്രയും വലിപ്പത്തിലുള്ള ഒറ്റ ഹോളായിട്ട് വരും. അപ്പൊ അങ്ങനെ ഒരു ഗുണം, ഒരു പ്രത്യേകത ഉണ്ട് ഇതിന്. അത് കണ്ടോണ്ട് മേടിച്ചതല്ല, ഇപ്പൊ കൈ കിട്ടിയപ്പോഴാണ് നമ്മൾ ആ ഒരു ഗുണം എന്താണെന്ന് മനസ്സിലാക്കിയത്. അപ്പൊ ഇതിനൊരു ഭംഗി വരണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മുടെ എല്ലാ സ്പൈസസും എന്തൊക്കെയാ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഇട്ട് കഴിയുമ്പോഴേ ഇതിന്റെ ആ ഭംഗി അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ വെറുതെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഇരുന്ന അധികം അങ്ങോട്ട് ഭംഗി തോന്നണില്ല. എന്നിട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി കൊള്ളുകയും ചെയ്യും. ഒരു പാക്കറ്റ് കുരുമുളകൊക്കെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ അതിലിരുന്നോളൂ. ഒരു ഫുൾ പാക്കറ്റ് കുരുമുളക് പൊടിച്ചിടല് നോക്കി നിർത്തണം. കുരുമുളക് പൊടിച്ച് എടുക്കലാണ്. കാരണം പൊട്ടിച്ച് കുരുമുളക് ഫുള്ളായിട്ട് ഇട്ട് വെക്കണ്ടേ? ഫുള്ളായിട്ട് ഇട്ട് വെക്കണം. അതിന്റെ കാര്യം പറഞ്ഞു. ഇത് 8 16 1 2 3 4 5 6 7 8 അല്ലേ? 16 ബോട്ടിൽസ് ഉണ്ട്. 16 ബോട്ടിൽസ് ഉണ്ട്. 16 സ്പൈസസ് ആണ്. അപ്പൊ നമ്മൾ ഈ ബോട്ടിലെല്ലാം സ്പൈസസ് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. സ്പൈസസ് ഇട്ട് കഴിയുമ്പോൾ ഈ ബോട്ടിലിന്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാലിയായിട്ട് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് കാണാൻ പറയത്തക്ക ഭംഗി ഉണ്ടാവില്ല. എടുത്ത് ഉപയോഗിക്കാനും നമുക്ക് വളരെ വളരെ എളുപ്പമാണ്. കിച്ചണിന്റെ തന്നെ ഒരു അഴകാണ് ഈ സാധനം ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല കളർഫുൾ ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും. അതെ, ഏറ്റവും എളുപ്പം എന്ന് വെച്ചാൽ എന്തെങ്കിലും തീർന്നു കഴിയുമ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ അപ്പം തന്നെ ഓടി കടയിലേക്ക് ചെല്ലേണ്ട സാഹചര്യം വരാറുണ്ട്. ഇപ്പൊ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തീർന്നാൽ നമുക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും. ഇതാണ് നമ്മള് ബോട്ടിൽ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴുള്ള ഭംഗി എന്ന് പറയുന്നത്. അത് വെറുതെ പ്ലെയിൻ ആയിട്ടിരിക്കുമ്പോ അത്ര ഭംഗി ഉണ്ടായില്ലല്ലോ കാണാൻ. ഇപ്പൊ ഇതിനകത്തേക്ക് കുറെ ഫില്ലായിട്ട് തന്നെ ഓരോ ബോട്ടിലിനും ഫില്ലാകാനുണ്ട് ചിലതൊക്കെ. അങ്ങനെ ഫില്ലായിട്ട് ഇരിക്കുമ്പോഴത്തേക്കായിരിക്കും ഇതിന് കാണാൻ കൂടുതൽ ഭംഗി. കണ്ട മഞ്ഞളും മുളകെല്ലാം ഫില്ലായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. അപ്പൊ ഇത് എല്ലാവർക്കും വാങ്ങാവുന്നതാണ്. വീട്ടിലേക്ക് വലിയ വിലയൊന്നുമില്ല. വില എങ്ങനെയാ ഇതിന്റെ? 600 500 റേഞ്ച് അങ്ങനെ പറയാം. 2-3 ടൈപ്പ് ഉണ്ട് ഇത് തന്നെ. ഒരു പാക്കറ്റ് ഒരു 100 ഗ്രാമിന്റെ പാക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കറക്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ 100 ഗ്രാം പെരിഞ്ചീരകം പൊട്ടിച്ചിട്ടപ്പോഴാണ് കറക്റ്റായിട്ട് അത് ഫില്ലായത്. അപ്പോൾ അതുപോലെ 100 ഗ്രാം ക്വാണ്ടിറ്റി എല്ലാം കൊള്ളും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചതൊക്കെ ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഇഷ്ടപ്പെട്ടു, ഏതൊക്കെയാണ് കൂടുതൽ ഇഷ്ടമായത് എന്നൊക്കെ പറയാം കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടമല്ലാത്ത ഒരു സാധനമാണ് ഈ ഇരിക്കുന്നത്. ഫോർക്ക് മാത്രം. ഫോർക്ക് മാത്രം നമുക്ക് അബദ്ധം പറ്റി. നമുക്ക് അബദ്ധം പറ്റിയല്ല, അവര് നമുക്കിട്ട് പണി തന്നാണ്. ഇത് പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാവുന്ന ഫോർക്കാണ്. ഒരു പിടി ഫോർക്ക്. നമുക്ക് നമ്മുടെ മാവില് മാങ്ങ ഉണ്ടായി കഴിയുമ്പോ മാങ്ങ പറിക്കാൻ ഉപയോഗിക്കാം. മാങ്ങ ഈ ഫോർക്ക് കൊണ്ട് എറിഞ്ഞു വീഴ്ത്താം. പക്ഷെ വെയിറ്റ് ഉണ്ട് ഫോർക്കിന്. സാധനം ക്വാളിറ്റി ഉള്ളതാണ്. പക്ഷെ നമ്മള് സെലക്ട് ചെയ്തതല്ല അടിപൊളി നല്ല വെയിറ്റ് ഉള്ള ഡിസൈന് വേറെ ഇങ്ങനെ ലൈൻ ഉണ്ടായില്ലേ? ലൈനുള്ള ഡിസൈനുകളുണ്ട്. അതും അതാറെണ്ണുണ്ട്. ലൈനല്ല, കുത്തുള്ളതായിരുന്നു. ലൈനുള്ളതിന് നോക്കിയുള്ള
ഇങ്ങനത്തെ അപ്പൊ എന്തായാലും ഇതൊക്കെ ഇഷ്ടമായിട്ട് ഉണ്ടോ ഇല്ലയോ, അതുപോലെ ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ഇനി വേണോ ഇല്ലയോ എന്നൊക്കെ കമന്റ് ചെയ്യാട്ടോ. ഇതുപോലുള്ള വീഡിയോ ഇനി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വേറെ അല്ല, ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്ട്സ് ഒക്കെ നിങ്ങളെയും കൂടി. മഞ്ഞപ്പൊടി തുറന്നിരിക്കുന്നു. എവിടെ മഞ്ഞപ്പൊടിന്ന് ഇത് ഇടക്ക് നമ്മളിങ്ങനെ തിരിഞ്ഞൊക്കെ ഇരിക്കും കൈ കൊണ്ടിട്ട്. അപ്പൊ ഓപ്പൺ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ ഫ്ലേവർ ഒക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് അത് ക്ലോസ് ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നതെന്നൊന്നും ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ എന്ന് പറഞ്ഞത് ഇതുപോലെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോകൾ, നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്ട്സുകളൊക്കെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോകളൊക്കെ ഇഷ്ടമാണെങ്കിൽ, ഞങ്ങൾ ഇതിനിടയ്ക്ക് വേറെ പ്രോഡക്ട്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ട് എൻജോയ് ചെയ്തു. എന്തായാലും കുക്കിങ്ങിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ അല്ലേ, അപ്പോൾ ആ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും